അയ്യോ ഇത്ര ക്യൂരിയോസിറ്റിയോട് നോക്കല്ലേ. ഇല്ല, തമാശ ചോദ്യമാണ്. ഓക്കെ പറയും. സിംഗത്തിലെ മീശ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇല്ല, മീൻ വെച്ചിട്ട് എല്ലാവരും കുത്തി. ഞാനും വെച്ചു പ്രാവൻകൂട് ഷാപ്പില്. അത് ഇത്രയല്ലേ ഉള്ളൂ, സിംഗായില്ലല്ലോ. അത്രേ വന്നോളൂ. ഇവിടുന്നൊക്കെ എന്തോ വരുന്ന പോലെയൊക്കെ തോന്നി. ആണോ? ആരാ അത്? ഓക്കെ തുടങ്ങട്ടെ. തുടങ്ങിക്കോ. ഹായ് ബേസിൽ, ഹായ് ലിജോ, ഹായ് സജിത്, വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. താങ്ക് യു. ഓരോ വേരിയേഷനില്. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ഇന്ദു ഗോപൻ സാറിന്റെ നോവലാണെന്ന് അറിയാം. ഇതിന് മുന്നേ എങ്ങനെ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, സിനിമയ്ക്ക് മുമ്പ് വായിച്ചിട്ടില്ല. സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് ഇത് വായിച്ചിട്ടാണ്. നോവലാണ് ആദ്യം വായിച്ചത്. നോവല് വായിച്ചപ്പോൾ തന്നെ ഇത് ചെയ്യണം എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് തോന്നിയായിരുന്നു. ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് പേഴ്സണലി. പക്ഷെ അല്ലാതെ ആ സിനിമ, ആ കഥയും അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്. നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കഥയല്ല. ഇന്ദു ഗോപൻ ചേട്ടൻ്റെ ബുക്കുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു പെക്യുലാരിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നടക്കുന്ന കഥകളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കഥയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ അറിയില്ലാത്ത പല കഥകളും ഉണ്ട്. ഭയങ്കര ലോക്കൽ സെറ്റിങ്ങിലൊക്കെ ഉള്ള നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കൾച്ചറുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടുള്ള കഥകളാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ ഒരു കാറ്റഗറി തന്നെ ഏറ്റവും സിനിമാറ്റിക് ആയിട്ടുള്ള ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ബുക്കാണ് 4-5 ചെറുപ്പക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയി. പിന്നെ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ്, സ്റ്റെഫി ഗ്രാഫും മരിയാനോയും ബ്രൂണോയും ഒക്കെ എല്ലാത്തിനും ഒരു ഭയങ്കര ഒരു കൾട്ട് അപ്പീൽ ഉണ്ടായിരുന്നു. അതാണ്, പേരുകളും ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ ടച്ച് ഒക്കെ ഉള്ള പേരാണ്. ആംഗ്ലോ ഇന്ത്യൻ എന്നല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ലാറ്റിൻ കാത്തലിക്സ് അവരുടെ പേരുകളൊക്കെ അതേപോലെ തീരദേശ മേഖലയിലുള്ള ആളുകൾക്ക് അങ്ങനെ അവരുടെയൊക്കെ പേരുകൾ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. അവിടെയുള്ള ക്രിസ്ത്യൻസിന്റെ പേരുകൾ അങ്ങനെ തന്നെയാണ് ഇതിലും. മരിയാനോ ആയാലും സ്റ്റെഫി ആയാലും ഒക്കെ വന്നിരിക്കുന്ന അങ്ങനെ. ടെറൻസ് ബ്രൂണോ. അതെ, ടെറൻസ് ബ്രൂണോ എന്നാണ് ബ്രൂണോയുടെ റോബർട്ടോ മരിയാനോ. മരിയാനോ റോബർട്ടോ. ലൂസിയാമ്മ, ആഗ്നസ്, മാർക്കണ്ഡേയ ശർമ്മ, ലൂസിയാമ്മ, ആഗ്നസ്. കുറെ എല്ലാ പേരുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ. ജക്ക് ദേവസി. ജക്ക് ദേവസി. ചെക്ക് ദേവസി ആരാ ചെയ്തേക്കണേ? അത് കിരൺ പീതാംബരൻ. ഓക്കെ. പിന്നെ ബ്രോച്ചൻ, അതിന്റെ ബ്രോഷൻ ബ്രോഷ് എന്ന് വിളിക്കും. ബ്രോച്ചൻ. അങ്ങനെ പേരുകൾ കൊണ്ട് ഭയങ്കര. ഇപ്പൊ നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇപ്പൊ ലിജോ മോള് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലെ ക്യാരക്ടറും, അത് കഴിഞ്ഞ് ശങ്കേനിയും, പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് പറയണ്ട, സജിൻ എന്നുള്ള പേരിനേക്കാൾ കൂടുതൽ രജിസ്റ്റർ ആയിട്ടുള്ളത് അമ്പാനാണ്. സോ ഈ ഒരു ക്യാരക്ടറും പേര് രജിസ്റ്റർ ആകുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു പ്രഷർ ഉണ്ടോ? അതായത് ഇന്ന ക്യാരക്ടറിൽ നിന്ന് നമ്മൾ മാറി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ അമ്പാന്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ശങ്കേനിയോ അല്ലെങ്കിൽ രാജേഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പൊ അമ്പാൻ എല്ലാവരും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കണത് പറഞ്ഞ പോലെ അടുത്ത സിനിമയിലൊക്കെ ആയിട്ട് മാറുന്നു വിചാരിക്കുന്നത്. പൈങ്കിളിയാണെങ്കിലും പൊന്മാനാണെങ്കിലും മാറുന്നു വിചാരിക്കും. ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു പ്രഷറായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ആളുകൾ കാണുന്ന സിനിമ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് മാറുമെന്ന് വിചാരിക്കുന്നു. അല്ലെ, ആളുകൾ മാറിയില്ലെങ്കിൽ പെട്ട്. എന്നാലും കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. പേരുണ്ടല്ലോ. അതെ അതെ, പേര് അതെങ്കിലും കിട്ടിയില്ലോ. ഈ പൊന്മാൻ കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ എന്തായിരുന്നു? അല്ല, ആ സ്റ്റോറി തന്നെയാണ് ഈ പറയുന്ന. ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു നോവലാണ്. അതില് ഭയങ്കര യുണീക്കാണ്. അതിന്റെ ഐഡിയ ഭയങ്കര ഒറിജിനലാണ്. ഈ പറയുന്ന സ്വർണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ എപ്പോഴും സ്ത്രീകളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂലുള്ള സിനിമയാണ് നമ്മളൊരു സിനിമ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക അല്ലേ. ഇപ്പോൾ സ്ത്രീധനോ അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഇതിൽ ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ പറയുന്ന ഒരു സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൈഡ്, ഒരു ലെയർ സംസാരിക്കുന്നത്. മൊത്തത്തിൽ അതിലേക്ക് പല ക്യാരക്ടേഴ്സും വരുന്നു എന്നുള്ളതാണ്. ഈ സ്ത്രീധനമൊക്കെ ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് അത് പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു ആ കഥയിലൊരു പുതുമ എന്ന് പറയുന്നത്. ട്രെയിലറിലെ ഡയലോഗും ഉണ്ട്, പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്ക് എന്തിനാണ് സ്ത്രീധനം, അധ്വാനിക്കുന്നതിന് എന്തിനാണ് സ്ത്രീധനം എന്ന് പറയാൻ. അപ്പോൾ സ്ത്രീധനം നമുക്ക് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. എങ്ങനെ ഏറ്റവും പുതിയൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിനൊരു വേറൊരു പെർസ്പെക്റ്റീവ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ലിജോക്ക് എങ്ങനെയായിരുന്നു ഒരു ഫാക്ടർ? കഥ തന്നെയാണ് മെയിനായിട്ട് ഞാൻ ഇതിലേക്ക് ഇന്നാവാനുള്ള റീസൺ. അത് വായിച്ചപ്പോൾ ഈ സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന് പല ലെയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല ഷെയ്ഡ്സ് ഉണ്ട്. അതിപ്പോൾ സ്റ്റെഫിക്കെന്നല്ല, അജേഷിനായാലും മരിയാനോയ്ക്കായാലും ബ്രൂണോയ്ക്കൊക്കെ ഇതിന് പല ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ നല്ല രസമായിരിക്കും എന്ന് തോന്നി. പിന്നെ ഇത്രയും രസമായിട്ട് ഉള്ള ഒരു കഥയിൽ ഒരു പാർട്ടാവുക എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്.
ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടർ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ്, എല്ലാ പരിപാടിയും നമ്മളിങ്ങനെ കമ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ഇത് എന്നെ കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്കൊരു കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അത് കണക്റ്റായി. അപ്പം അത് പിന്നെ അതാണ് എന്നെ ഇതിലോട്ട് വന്നത്. പിന്നെ ബാക്കിയെല്ലാം ടെക്നീഷ്യന്മാരും എല്ലാവരും ബേസ് ഞങ്ങൾ രണ്ടാമത്തെ പടമാണ് ജാനവിന് ശേഷം. ജാനവില് വേറെ തന്നെ ഒരു കോമ്പിനേഷൻ ജോയ്മോനും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നു ലിജോ ഉണ്ട്, ജ്യോതിഷേട്ടൻ കലാ സംവിധാനത്തിൽ നിന്ന് നേരെ സംവിധായകൻ ഡയറക്ഷൻ ചെയ്യുന്നു, സാനു ജോൺ വർഗീസ് ക്യാമറ, ജസ്റ്റിൻ. അങ്ങനെയൊക്കെ ആയിട്ട് വന്നപ്പോഴും ഓണാണ്. പിന്നെ ഇപ്പോൾ 2024 കഴിഞ്ഞ് നമ്മൾ 25ലേക്ക് കടന്നു. 2024 നോക്കുകയാണെങ്കിൽ 12 മാസത്തിൽ 8 സിനിമ റിലീസായിട്ടുള്ള ആളാണ് ബേസിൽ. അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കമന്റ് സെക്ഷനിലും വന്ന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് മേടിക്കാനുള്ളതൊക്കെ മേടിച്ചു പോകുന്ന ഒരു വർഷം കൂടിയായിരുന്നു 2024. ഇതിൻ്റെ ഇടയിൽ പിന്നെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, പ്രൊമോഷൻസിന് പോകുന്നു, യാത്രകൾ പോകുന്നു. ഇത് എവിടെ നിന്നാണ് ഇത്ര അധികം സമയം കിട്ടണേ? അതൊന്ന് പറഞ്ഞുതരാമോ? എനിക്ക് ബേസിക്കലി 27 മണിക്കൂറുണ്ട് എനിക്ക് മൊത്തം ഒരു ദിവസം. അപ്പൊ ആ 3 മണിക്കൂർ എക്സ്ട്രാ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പ്രൊമോഷൻസ് അല്ലാതെ കഷ്ടപ്പാടാണ്. ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് ഭയങ്കര ഹെക്ടിക്കായിരുന്നു. സമയം ഉള്ള സമയമൊക്കെ ഇതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തവണ ഈ വർഷമൊക്കെ ആയിട്ട് ഇച്ചിരി കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ ഉള്ള തീരുമാനത്തിലാണ്. അത്രയും പണിയെടുക്കാൻ വയ്യ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് മെല്ലെ പണിയെടുത്താൽ മതി എന്ന് വിചാരിക്കുന്നു. ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഫാമിലി ഫ്രണ്ട്സ് പറയുന്ന പോലെ ഇതിനെല്ലാം പ്രൊമോഷനുണ്ട്, അങ്ങനെ ഷൂട്ട് ചെയ്യണം, അങ്ങനെ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു ആക്ച്വലി. എലി വീട്ടിൽ വന്നിട്ട് അങ്ങനെ പറയലൊന്നുമില്ല? എലി വന്നാൽ തല്ലിക്കൊല്ലും. വൈഫ് എലിസബത്ത് പെട്ടെന്ന് എലീനെ വൈഫ് അല്ല, അവരും ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അപ്പൊ അറിയാം ഇതെല്ലാം തിരക്കാണ്. വേറെ പല കാരണങ്ങളും കൊണ്ടാണ് ഈ സിനിമയൊക്കെ കുറെ ബാക്ക് ടു ബാക്ക് ചെയ്യേണ്ടി വന്നത്. ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ ഒരു ഡെഡ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സിനിമ തുടങ്ങുമെന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം തീർക്കണം, കമ്മിറ്റ് ചെയ്തെല്ലാം തീർക്കണം. പൊന്മാനൊന്നും ആക്ച്വലി ആദ്യം കഥ വായിച്ചു, ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെയാണ്, എന്നാലും ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ പിന്നെ ഇവർ പല രീതിയിലൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇന്നാവുകയാണ്. അപ്പോൾ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ എവിടേക്കോ ചെയ്യേണ്ട സാഹചര്യം ചെയ്യണം എന്നുള്ളൊരു തോന്നലോട്. അപ്പം അങ്ങനെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്തു. അവസാനം ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തതും ഇല്ല, ഇതെല്ലാം ആഴ്ചയ്ക്ക് ഇറങ്ങാനും തുടങ്ങി. അതെ, ശരിക്കും ലിജോനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഹൗ വാസ് സൂര്യ? സൂര്യയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്താ പറയണ്ടത്, ഞാനൊരു സൂര്യ ഫാനാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു. നെയിം സ്ലിപ്പ് ഒക്കെ അങ്ങനെ എടുത്ത് വെക്കാറുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഇല്ല അങ്ങനെ അത്ര വലിയ ആരാധന ഒന്നുമല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടർ അതും ഇല്ല. പത്രത്തിലൊക്കെ വരുന്ന പരസ്യത്തിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ടിലൊക്കെ ബുക്കൊക്കെ കവർ ചെയ്യാൻ ഞാൻ മീശ കഴിഞ്ഞിട്ട് സിംഗത്തിലെ മീശ വെച്ചിട്ടുണ്ട്. സിംഗ് ഇറങ്ങിയപ്പോഴോ? എന്നിട്ട് വെച്ചോണ്ടത് കുത്തി നോക്കിച്ചു. അല്ല, ഈ സിംഗത്തിലെ മീശ വയ്ക്കുമ്പോൾ ആരെയൊക്കെ വന്ന് ചോദിക്കൂലോ? ഉറപ്പായിട്ട് നമ്മൾ ആ സമയത്ത് സ്വന്തമായിട്ട് അതെ നമുക്ക് എനിക്ക് ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടേക്ക് ഇങ്ങനെ ജോയിന്റ് ആവുന്ന അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമുക്ക് മാത്രം നല്ല കട്ടിയും മീശയും താടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് അതുകൊണ്ട് വെച്ചിട്ട് പോയി കോളേജിൽ. ഞാനും വെച്ചു പ്രാവൻകൂട് ഷാപ്പില്. അത്രേ വന്നുള്ളൂ. മനസ്സുകൊണ്ടുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ലിജോയ്ക്ക് മീശ വെക്കാൻ പറ്റാത്തോണ്ട് ഇല്ലെങ്കിൽ വെച്ചേനെ. നാടകത്തുനിന്ന് എന്തോ ഒരു വെപ്പ് മീശ എടുത്ത് ഇടയ്ക്ക് വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് പേടിയായിരുന്നു. കാരണം സൂര്യ എന്ന് പറയുന്ന ആള് എന്തൊക്കെ പറഞ്ഞാലും അത്രയും വലിയൊരു സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ. അപ്പൊ എങ്ങനെയായിരിക്കും, എനിക്ക് കുറെ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. എനിക്ക് കുറെ ടേക്സ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ചൂടാവോ, അതൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻസ് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ മീറ്റ് ചെയ്തു, സംസാരിച്ചു. അപ്പോൾ തോന്നി കുഴപ്പമില്ല, കൂളാണെന്ന് തോന്നി. പിന്നെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സജഷൻസ് തരും. അല്ലെങ്കിൽ പുള്ളി ഫ്രെയിമിൽ ഇല്ലെങ്കിൽ പോലും ലുക്ക് തരാനൊക്കെ വന്ന് നിൽക്കും. അത്രയും ഹമ്പിളായിട്ടുള്ള ഒരാളാണ്.
ബേസിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിലിന് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു യൂണിവേഴ്സ് ഉണ്ട്. നമ്മുടെ ഷെയ്ക്കൻ്റെ അല്ല, നമ്മൾ മറ്റേത് നമ്മുടെ ദേശത്തിന്റെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറുക്കമൂല വരുന്നുണ്ട്. ഈ ദേശത്തിലും കുറുക്കമൂലയിലും നമ്മുടെ അംബാനെ പോലെ ഒരു ക്യാരക്ടർ ഉണ്ട്. അല്ലെങ്കിൽ അംബാനെ പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ എവിടെ പ്ലേസ് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ഏതിലായിരുന്നു ഇത്രയും വെറൈറ്റി വേണ്ട. ഏത് കുറുക്കമൂലയിലോ അല്ലെങ്കിൽ ദേശത്തിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. ഗോതയിൽ വേണ്ട. എന്താ ഗോതയിൽ വേണ്ടത്? അല്ല, ഗോത നമുക്ക് ഇച്ചിരി കൂടെ ഇടിയൊക്കെ ഉള്ളതാണല്ലോ. ഇതിപ്പോ സജിനല്ല. ഓക്കെ ഓക്കെ, അംബാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദേശത്തായിരിക്കും ഇച്ചിരി. എനിക്ക് ദേശത്ത് മറ്റേ ബീച്ചായിട്ടും വരൂലേ, മനോഹരല്ലേ? എല്ലാ സദ്യ കൊണ്ട് പോകാൻ വേണ്ടിട്ട് വരുന്ന അത് അതായിരിക്കും മനോഹരം. അമ്പാൻ കല്യാണം കഴിക്കാൻ വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ദേശത്താ കുറച്ചുകൂടെ അമ്പാൻ ഫിറ്റ് ആവുക, കുറച്ചുകൂടെ ആ ഒരു വെറുക്കും ഒരു കോമിക് ബുക്ക് ഫീൽ ഉണ്ടല്ലോ അമ്പാന് മൊത്തത്തിൽ. മറ്റേ മുത്തുവിന്റെ ഡ്രസ്സ്, വിക്രമന്റെ ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പൊ അതിന് ദേശത്തായിരിക്കും ചിലപ്പോ സൽസ കൊണ്ടിരുന്ന ആളൊക്കെ ആയിട്ട് കുറച്ച് അതിൽ പരിപാടി. ഇനിയിപ്പോ യൂട്യൂബില് കുറെ ട്രെയിലേഴ്സിന്റെ അടിയിലായാലും അല്ലെങ്കിൽ ഇന്റർവ്യൂസിന്റെ അടിയിലായാലൊക്കെ സജിനെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സജിൻ കുറെ മലയാളത്തിലെ ലെജൻഡറി ആയിട്ടുള്ള കുറെ ആക്ടേഴ്സിന്റെ സ്റ്റൈൽസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി കലാഭവൻ മണി, കൊച്ചിൻ ഹനീഫ, ഇന്നസെന്റ്, സ്പെഷ്യലി ആവേശത്തിലെ ഓരോ സീക്വൻസിൽ അങ്ങനെ വന്നു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതെങ്ങനെയാ നോക്കി കാണുന്നത്? ഞാൻ ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്തൊന്നുമല്ല. അപ്പിയറൻസ് മൊമെന്റിലൊക്കെ വരുമ്പോ അങ്ങനെ ആയി തോന്നണായിരിക്കും, എനിക്ക് തോന്നണതായിരിക്കും തോന്നുന്നു. അല്ലാതെ ഞാനൊരിക്കലും അവരൊന്നും ഒരിക്കലും നമുക്ക് ചെയ്യാനും പറ്റില്ല. നമ്മൾ നമ്മുടെ രീതിക്ക് ചെയ്യുന്നു. ചില റിയാക്ഷൻസ്, ചില മൊമെന്റ്സ് ഒക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കാം. എന്തായാലും അങ്ങനെ പറയണമെങ്കിൽ വളരെ സന്തോഷമുണ്ട് അവരായിട്ടൊക്കെ, അല്ലേ? ഒരു ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളാണ് ഇങ്ങനെ വരും. 2024 ഇപ്പൊ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ ഇയർ ഇത്ര ക്യൂരിയോസിറ്റിയോടെ നോക്കല്ലേ? ഇല്ല, തമാശ ചോദ്യമാണ്. ഓക്കെ, പറയും. ഈ 2024 കഴിയുന്ന സമയത്ത് ബേസിലിന്റെ ഒരു ജോണർ തന്നെ മാറ്റി. സൂക്ഷ്മദർശിനി കഴിഞ്ഞപ്പോ പ്രാവിൻകൂട് കഴിഞ്ഞപ്പോ പൊന്മാലിൽ വരുമ്പോഴും കുറച്ച് ഡാർക്കാണ്, ഇച്ചിരി ദേഷ്യക്കാരനും ഇച്ചിരി ചൂടും. നമുക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറിലേക്കാണ് ബേസിൽ വരുന്നത്. അപ്പൊ ആ ഒരു ജോണർ തന്നെ കംപ്ലീറ്റ് മാറ്റി പിടിക്കുകയാണ്, ഒരു ബാഡ് ബോയ് ക്യാരക്ടറിലേക്ക് വരികയാണോ? ബാഡ് ബോയ് ബാഡ് ബോയ്. അപ്പൊ ഇതിന് മുന്നേ വരെ ഗുഡ് ബോയ് ആയിരുന്നു. ജയജയിലൊക്കെ ഗുഡ് ബോയ്. രാജേഷ് ഗുഡ് ബോയ്. നമ്മള് 2024 നോക്കുകയാണെങ്കിൽ അല്ലല്ല, അത് സിനിമ ആ ക്യാരക്ടേഴ്സ് ഒക്കെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഇനി ഇങ്ങനത്തെ കുറച്ച് ഇനി അങ്ങനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. പിന്നെ ഇറങ്ങിയതൊക്കെ അങ്ങനെ ഇറങ്ങിയതിന്റെ ഓർഡർ ഒക്കെ മാറിയത് കൊണ്ടൊക്കെ ആയി. പൊന്മാനാണ് ആക്ച്വലി പ്രാവിൻകൂടിനേക്കാളും സൂക്ഷ്മദർശിനേക്കാളും ഒക്കെ മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമ. ഇറങ്ങുന്ന ഓർഡറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ആവുന്നു എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. ക്യാരക്ടേഴ്സ് എക്സൈറ്റിംഗ് ആവുന്നുണ്ടായിരുന്നു. ക്യാരക്ടേഴ്സിന് എനിക്ക് എന്തൊക്കെയോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് അത് ഗുണം ചെയ്യുന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെയാണ് ഈ സിനിമകളൊക്കെ ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇമേജ് എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സൂക്ഷ്മദർശിനിയിൽ ആ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. മാനുവൽ അത് ഞാൻ ചെയ്തത് എനിക്ക് തന്നെ കാണാൻ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു. പ്രാവൻകൂട്ടിൽ പോലീസ് റോൾ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പോലീസ് എന്നാൽ ഇച്ചിരി ഹ്യൂമർ ഒരു അതപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. തൃശ്ശൂർ ഇപ്പോൾ പൊന്മാനിലാണെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ കഥയെ തന്നെ നമുക്ക് ആ സാധനമുണ്ട്. അജേഷ് വായിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും അജേഷ് ചെയ്യണമെന്ന് തോന്നിപ്പോവും. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്. ഭയങ്കര വെഡിച്ചില്ലി ക്യാരക്ടറാണ് അജേഷ്. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. അങ്ങനെയുള്ളൂ, അതിന് ഓരോ സിനിമേനും സ്പെസിഫിക് ആണ്. ചോദ്യം ക്ലീശ ആണെന്നുണ്ടെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരവല്ല, ജെന്യൂൻ ആയിട്ടുള്ള ഉത്തരം വേണം. അതായത് വ്യത്യസ്തമായിരിക്കണം, പാടില്ല. എനിക്ക് കണ്ടിട്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഐറ്റം എന്തെങ്കിലും ഉണ്ടോ? ലിജോമോളല്ലേ നടക്കിയിരിക്കുന്നത്? ലിജോമോള് പറ. ഓ ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ അയ്യോ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിരുന്നു, അല്ലെങ്കിൽ ഇതെനിക്ക് ബെറ്റർ ആക്കി ചെയ്യായിരുന്നല്ലോ, അങ്ങനത്തെ ഞാനൊരു സിനിമ കാണുമ്പോൾ അതിനെ സിനിമയായിട്ട് കാണുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അതിന് മേലെ അവിടെ ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഞാനായിരുന്നു ചെയ്തിരുന്നെങ്കിൽ നന്നായനെ എന്നുള്ള തോട്ട്സ് ഒന്നും, വെറുതെ ആവശ്യമില്ലാത്ത തോട്ട്സ് ഒന്നും കൊണ്ടു നടക്കാറില്ല. ഓവർ തിങ്കിങ് ഒന്നുമില്ല. ഇല്ല, ഓവർ തിങ്കിങ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അല്ലാത്ത കാര്യങ്ങളുള്ളൂ. സജിൻ എങ്ങനെയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും തോന്നിയില്ല? എന്റെ പടങ്ങൾ തന്നെ കാണുമ്പോൾ ഒന്നും കൂടി ചെയ്താ അതെനിക്കും അല്ലാതെ വേറെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. നമുക്കത് ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഇപ്പൊ മഞ്ഞുമല, അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബ്രഹ്മയുഗമാണെങ്കിലും മഞ്ഞുമലാണെങ്കിലും ഇപ്പൊ ആവേശത്തില് ഫാദുക്കയുടെ ക്യാരക്ടറൊക്കെ നമുക്കത് ചെയ്യണമെന്നല്ല, ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. അപ്പോൾ
അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. കൊതിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ്. കൊത്തിപ്പിക്കുന്ന സാധനങ്ങൾ. പക്ഷെ നമുക്കതൊക്കെ എത്രത്തോളം അറിയില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഇപ്പോൾ ആവേശത്തിന്റെ 1 year ആനിവേഴ്സറി ആവാൻ പോവാണ് ഏപ്രിലിൽ. സോ ഇറ്റ്സ് ലൈക്ക് അംബാൻ രംഗണ്ണന്റെ ആ ഒരു ഫാൻ ബേസ് ഇന്ത്യ മൊത്തം ഉണ്ട്, ഭയങ്കര വൈറൽ ട്രെൻഡിങ് ആയിരുന്നു. സോ ഈ ഒരു വർഷത്തിനിടയിൽ ഇനിയിപ്പോൾ പാർട്ട് 2 വരാൻ പോവാണെന്നുണ്ടെങ്കിൽ ഈ അംബാൻ രംഗൻ സ്റ്റോറി എങ്ങനെയായിരിക്കും? രംഗ അംബാനെ കണ്ടുകൂട്ടിയതാണോ അല്ലെങ്കിൽ പിള്ളേർ 2 ഉണ്ട്. 2 ഉണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? അത് ഒരിക്കലും അത് പുറത്തിടാൻ പറ്റില്ല. അതാണല്ലോ അതിന്റെ ശരി. 2 ഉണ്ട്. പക്ഷെ അത് എപ്പോഴത്തേക്കെന്നറിയില്ല. 2 ഉണ്ട്. പക്ഷെ അത് അറിയാം. പക്ഷെ അത് നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ. അതായത് കഥ തുടങ്ങുന്നത് ജിത്തോടെ മറ്റേ വാക്കത്തിയിട്ട് വായിക്കട് അതോടെ ഫസ്റ്റ് സീൻ തന്നെ അമ്മാൻ ചാവും. മതി, നീയൊക്കെ അഭിനയിച്ചത് മതി. തീർന്ന്